മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഇപ്പൊ വന്നത്. വേറൊന്നല്ല, AJP ഒരുപാട് പെണ്ണ് കണ്ടായിരുന്നു. അതില് ഒരു പെൺകുട്ടി സെറ്റായി എന്ന് തന്നെ പറയാം. കള്ളം പറയല്ലേ? കള്ളു പിന്നെ മുഴുവനും സത്യമോ? മുഴുവനും സത്യമല്ല, എന്നാലും മുക്കാലും സത്യമാ. ഒരു പെൺകുട്ടി സെറ്റായി എന്ന് തന്നെ പറയാം. സെറ്റായി ഓക്കെ ആണ്. അല്ല, അത് ഇവിടെ എങ്ങനെ എന്താ ഉദ്ദേശം? ഉടൻ തന്നെ നമ്മള് ഒരു പ്രൊഫൈൽ വരുന്നതായിരിക്കും, ഫോട്ടോ വിടുന്നതായിരിക്കും. ഭയങ്കരം തന്നെ. കേരള കത്തും തന്നെ പറയാം. ആ കേരളം കത്തും. കാര്യം നല്ല എന്താ പറയാ, പൽഗോവും മാമ്പഴ പോലത്തെ ഒരു പെൺകുട്ടീനെയാണ് നമ്മുടെ AJPക്ക് കിട്ടിയേക്കുന്നത്. അവൻ അങ്ങനെ പറഞ്ഞോ? ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. പെൺകുട്ടി വെളുത്തതാണ്. എന്നിട്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും സെൽഫി കൊടുക്കില്ല. അത് ആര് വൈഫായിട്ട് നിൽക്കുമ്പോ ആരും വൈഫിന് നിൽക്കാൻ മാത്രമല്ല, സെൽഫി കൊടുക്കില്ല. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നണു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. ആരാധന മനസ്സിൽ മതി. അപ്പൊ സെൽഫി എടുക്കാം, കൈ കാണിക്ക ആൾക്കാരെ. കിട്ടും. ഏതായാലും കല്യാണം കഴിഞ്ഞാൽ ആരും അടുപ്പിക്കൂല, ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ. കാര്യം ഞാൻ ബോഡി ഗാർഡാണല്ലോ. ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. ഇത് കുറെ ഫാൻസ് ലേഡീസുകൾ കൊഴിഞ്ഞു പോകും. കാരണം അലൻ ജോസ് പെരയുടെ കല്യാണം ആയി എന്ന് പറയുമ്പോ തന്നെ കുറെ പെൺപിള്ളേര് നെഞ്ചിൻ തല്ലിയാണ് വീണത്. എല്ലാരെയും വിളിച്ചോ, ഇന്ന് എന്റെ വക മേളക്കാരെയും വിളിച്ചോ, ഒന്ന് കൊഴുക്കട്ടെ. ഇന്നലെ ഒരു പെൺകുട്ടി വന്നു, നമ്മളെ കണ്ടു, സംസാരിച്ച് പ്രപ്പോസ് ചെയ്തു. അതൊന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല. ഗേ ആണെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് ഇപ്പൊ മെസ്സേജ് നടക്കുന്നുണ്ട്. അവർക്കൊരു അടിയായിട്ടാണ് ഇപ്പൊ നീ കല്യാണം കഴിക്കുന്നത്. നീ ഗേ അല്ലല്ലോ. ഞാൻ ഗേ അല്ലല്ലോ. അപ്പൊ നിന്റെ കല്യാണമായല്ലോ. അപ്പൊ ഞങ്ങള് ഗേ അല്ലെന്ന് മനസ്സിലായില്ലേ? എടാ, എനിക്ക് ഈ സാഹചര്യത്തിൽ നിഷ്പ്രയാസം രക്ഷപ്പെടാം. എങ്ങനെ? കാരണം എനിക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.